ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1000 മുതൽ 1200 വരെ ഉണ്ട്. അപ്പോൾ ഈ റേറ്റ് കൊടുത്ത് വാങ്ങുന്നതിനേക്കാൾ എത്ര നല്ലതാണ് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ദിവാലി അടുത്ത ഈ സമയത്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എല്ലാവരിലേക്കും ഈ റെസിപ്പി എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു കപ്പ് കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് ഞാൻ നോക്കിയപ്പോൾ 150 ഗ്രാം കാഷ്യൂനട്ടാണുള്ളത്. ഇതങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്താലും മതിയാകും. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ പഞ്ചസാരയും വെള്ളവും എടുത്താൽ മതി. ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഞാനിത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുക്കണം, എന്നിട്ട് കാണിക്കാം. അപ്പം ഞാൻ നല്ലതുപോലെ പൊടിച്ച് ഒന്ന് അരിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/3 കപ്പിലാണ്, അതായത് 80 ml കപ്പിൽ. ഇനി കപ്പില്ലാന്നും പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എടുത്തത് 150 ഗ്രാം കാഷ്യൂനട്ടാണല്ലോ, അതിൻ്റെ ഹാഫ് 75 ഗ്രാം ഷുഗർ എടുത്താൽ മതി. ഈ ഷുഗർ പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ എടുത്ത സെയിം അളവിൽ തന്നെ ഞാൻ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഷുഗർ മെൽറ്റായി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഷുഗറൊക്കെ മെൽറ്റായി ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് അരിച്ച് മാറ്റി വെച്ചിരുന്ന കാഷ്യൂനട്ടില്ലേ, അത് കുറച്ച് കുറച്ചായിട്ട് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മൊത്തം കാഷ്യൂനട്ട് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെയൊക്കെ ഒന്ന് മിക്സായി നമുക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവത്തിൽ വരെ ആക്കിയെടുക്കണം. അപ്പോൾ കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല ടൈറ്റായി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവം പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കറക്റ്റ് അളവായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്പൂണിലൊന്ന് എടുത്ത ശേഷം നെയ്യ് തടവിയ കൈകൊണ്ട് ഒന്ന് ഉരുട്ടി നോക്കിയാൽ മതിയാകും. ഉരുട്ടുമ്പോൾ നല്ലതുപോലെ ഉരുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിപ്പോൾ നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നെയ്യ് തടവി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് ആക്കിയ ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്റ്റീൽ പാത്രം കമഴ്ത്തി വെച്ച ശേഷം അതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യ് ബ്രഷ് കൊണ്ട് ഞാൻ എല്ലായിടവും ആക്കി കൊടുക്കുകയാണ്. കാഷ്യൂനട്ട് ബർഫി ഇതിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ റെഡിയാക്കി വെച്ച കാഷ്യൂനട്ടിൻ്റെ മിക്സ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. കൈവച്ച് തന്നെ ഇതൊന്ന് കുഴച്ച് ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ചപ്പാത്തിയുടെ കോല് വെച്ചിതൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ ഇത് ചൂടുണ്ട്, കുറച്ച് ചൂടോടുകൂടി തന്നെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതുകൊണ്ട് കയ്യിൽ ഇത്തിരി നെയ്യ് തടവി കൊടുത്ത ശേഷം ചെയ്താൽ മതിയാകും. ചപ്പാത്തി കോലിലും കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഇപ്പം നമ്മളിത് നല്ലതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 4 സൈഡിൽ നിന്നും കുറച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. പിന്നെ നമ്മൾ ഈ പരത്തിയിരിക്കുന്ന കട്ടി കണ്ടില്ലേ, ഇതേ അളവിൽ തന്നെ പരത്തിയെടുക്കണം, കട്ടി കൂടി പോവരുത്. ഇനി ഇത് ഡയമണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നൈഫ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സൈഡ് ചരിച്ചും ഒന്ന് ഇതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരുവിധം ഒന്ന് ആറിയതിന് ശേഷം എടുക്കുമ്പം കുറച്ച് കട്ടിയാവും. കുറച്ച് പിസ്ത കട്ട് ചെയ്തത് ഞാൻ ഇതിൻ്റെ മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും. പിസ്ത കട്ട് ചെയ്തത് മുകളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് നാറി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തൂടെ നൈഫ് വെച്ച് ഒന്ന് വിട്ടെടുക്കണം.
അങ്ങനെ നമ്മളുടെ കാഷ്യൂനട്ട് ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മളുടെ അടിപൊളി കാഷ്യൂനട്ട് ബർഫി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഒരെണ്ണം എടുത്ത് ഒന്ന് നടുക്കൂടെ ഒന്ന് ഒടിച്ച് കാണിക്കാം. പിന്നെ ടേസ്റ്റ് നോക്കാം. നമ്മുടെ കാഷ്യൂനട്ട് ബർഫി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ വെറുതെ പറയല്ല, കടയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.